എന്തായാലും ഞാനിവിടെ കൊടുത്തിട്ടിട്ടുണ്ട്. ചേട്ടനല്ല കണ്ണിൽ ഉടക്കിയത്. ഞായറാഴ്ച ദിവസമാണ് ഇവിടെ തിരക്ക് കൂടുതലെന്നാ പറയുന്നത്. നമുക്ക് ഈ അരിമ്പാറ കയ്യിലൊക്കെ വരില്ല, അരിമ്പാറ. സമയപരിമിതികളൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണോ വന്നേ? എന്തായാലും ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട്, ഒന്നല്ല കേട്ടോ, 2 ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ഇതാ വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരല്പം സൺക്രീം ഇടയാണ്. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൊണ്ടുവന്ന് ഡ്രസ്സ്, ഇത് 3ാമത്തെ ജോഡി ഡ്രസ്സാണ്. വെയിലത്തൊക്കെ നടക്കുന്നതിൻ്റെ അപ്പം കുറച്ച് സൺക്രീം ഇടാം. തലയൊന്നും കെട്ടുന്നില്ല, അങ്ങനെ തന്നെയാണ്. പൗഡർ കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് പൗഡർ ഇടുന്നില്ല. എൻ്റെ മേക്കപ്പ് പെട്ടിയാണ്. കുറച്ച് കുപ്പിവളകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. കൺമഷി, ലിപ്സ്റ്റിക്, ഇത്രയേ ഉള്ളൂ കേട്ടോ. തല ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യുക. നമുക്ക് ഏത് സ്ഥലമാണ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും കുറച്ച് കൺമഷി നമുക്കിടാം കേട്ടോ. കുറച്ച് കൺമഷി ഇട്ടിട്ടുണ്ട്. എൻ്റെ മേക്കപ്പൊക്കെ ഇതാണ്. ഒരു ലൈറ്റായിട്ട് കേട്ടോ, ഒരുപാട് ലിപ്സ്റ്റിക്ക് വാരി ഇടുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം പിന്നെ എവിടെയാണ്, പിന്നെ ഇവിടെ വന്ന് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം. നമുക്ക് എന്താ പറയുക, അത്ര നീറ്റായിട്ട് കിടക്കുകയാണ് കേട്ടോ. സത്യം പറയുക കേട്ടോ, നല്ല അടിപൊളിയാണ്. 10 രൂപ കൊടുത്താൽ മതി. നമ്മൾ ഏത് പ്ലേസാണ് കാണാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ പറയാം. അതിന് മുമ്പ് ഇവിടെ ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ കൊടുത്തിട്ടിട്ടുണ്ട്. നമുക്ക് ഇത് അവിടെ നിന്ന് താക്കോല് വാങ്ങിക്കേണ്ടത് കേട്ടോ. ഞാൻ അവിടെ കാണിച്ചു തരാം. ഞാൻ വീണ്ടും പറഞ്ഞു പോവുകയാണ്. 10 രൂപ കേട്ടോ. അടിപൊളിയായിട്ടുള്ള, നമുക്ക് എന്ത് പറയാനാണ്, വഴിയമ്പലമാണ്. നമ്മുടെ അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത് കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് ബാത്റൂമിലൊക്കെ പോയി മുഖമൊക്കെ ഫ്രഷ് ആക്കി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒന്ന് കിടന്നൊക്കെ ഉറങ്ങാം കേട്ടോ. അത്രമാത്രം നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് വഴിയാണ് നമുക്ക് പോകേണ്ടത്. ജില്ല ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് പറയാനാണ്, ആ പോർഷനൊക്കെ ഞാൻ കാണിച്ചു തന്നു അല്ലേ, നമ്മുടെ വഴിയമ്പലമൊക്കെ കാണിച്ചു തന്നു. അത് ഇവിടെ നിന്നാണ് നമ്മൾ താക്കോല് വാങ്ങിക്കേണ്ടത് കേട്ടോ. ഇവിടുത്തെ ചേട്ടൻ നിൽക്കുന്ന അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആവാനായിട്ട് അവിടെ തുറന്നു തരുന്നതായിരിക്കും. അപ്പോൾ കാറ് പാർക്കിങ്ങിനുള്ള സ്ഥലമാണ്. 2 വീലറൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ സെക്ഷനാണ് 2 വീലർ. ഏതാണ്ട് ഒരു 4 മണി ടൈമാണ് ഞാൻ ഇവിടെ ഉള്ളത്. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ എന്തായാലും കാണാ കാഴ്ച ഞാൻ മുൻപ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. ഈ വഴി നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് പോവാം. അപ്പം പിന്നെ എങ്ങനെയെങ്കിൽ ഇരുന്നാൽ മതിയാ. അടിപൊളിയായിട്ട് നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഇരിക്കുന്നത് പോലെ ഒരുപാട് ഐറ്റംസൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു കടയുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളിൽ നിന്നും ഇന്ന് തുടങ്ങാം കേട്ടോ. കുട്ടികളുടെ പാർക്കാണ് ഞാൻ ആദ്യം കാണാൻ പോകുന്നത്. അപ്പം എന്തായാലും കൂടെ വന്നോളൂ കേട്ടോ. പാർക്കിലോട്ട് പോകുന്ന വഴിയില്ല പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഉടക്കിയത് കേട്ടോ. നമ്മുടെ ഈ ചേട്ടനും ഒന്ന് കാണിച്ചു കൊടുത്തു. ചേട്ടനല്ല കണ്ണിൽ ഉടക്കിയത്, ചേട്ടൻ എൻ്റെ എല്ലാ വീഡിയോയിലുണ്ട് അല്ലേ ചേട്ടാ? എല്ലാ വീഡിയോയിലുണ്ട്. നമ്മുടെ പരിചയമുള്ള ചേട്ടനാണ്. പുളിമുട്ടായി ഭയങ്കരമായിട്ട് നൊസ്റ്റോളജി ഉണർത്തുന്ന ഒരു സാധനം തന്നെയാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളത് അല്ലേ. പുളിമുട്ടായി കഴിക്കാത്ത മലയാളികൾ ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഉപ്പിലിട്ട സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും കണ്ടോ. അപ്പം ഞാൻ എന്തായാലും പുളിമുട്ടായി എൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെ അനുവാദത്തോട് കഴിക്കണം. നിങ്ങൾ ഇനിയിപ്പം കഴിക്കല്ലേ ചേച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കും. എനിക്കിഷ്ടമാണ് കേട്ടോ. ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ടേസ്റ്റിൽ കുടുങ്ങിപ്പോയി ചേട്ടാ. പണ്ടത്തെ നോസ്റ്റാളജി അല്ലേ, അതുപോലെ അല്ലേ, അതേ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ഇനി പാർക്കിലോട്ട് പോകാം. പാർക്കിൽ പോയിട്ടില്ലേ, കൂടെ വന്നോളൂ. എന്നിട്ട് തരാമേ ചേട്ടാ. അപ്പൊ പിന്നെ ഒരു 8-10 സ്റ്റെപ്പ് കഴിഞ്ഞാണ് നമുക്ക് അതെ ഇവിടെ ഇങ്ങോട്ട് ഈ ഡാമിന്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അത് ഇവിടെ എന്താണെന്ന് അറിയില്ല. ഒരു ഫോട്ടോ ആരോ കൊണ്ട് വെച്ചേക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരു ഫോട്ടോ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ്
ഇതാണ് സംഭവം കേട്ടോ. അരുവിക്കര ഡാമിൻ്റെ മെയിൻ പോർഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. തൊട്ടടുത്ത് തന്നെയാണ് പാർക്ക്. നമുക്ക് ഇതുകൂടെ കണ്ടിട്ട് പാർക്കിലോട്ട് പോകാം കേട്ടോ. എന്തായാലും ഇവിടെ ഈ ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറേ മത്സ്യങ്ങളുണ്ട് കേട്ടോ. ഈ മത്സ്യത്തിനും അരിയും പൊരിയും കൊടുക്കും ആൾക്കാർ. പ്രാവുണ്ട്, ദേ കണ്ടോ അവിടെയൊക്കെ പ്രാവുണ്ട്. കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുകയാണ് ഡാം കാണാനായിട്ട്. കുറച്ച് പേര് പുറത്തിറങ്ങിയൊക്കെ നിൽപ്പുണ്ട് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടും. നമുക്കവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ഇത് ഈ അരുവിക്കര ഡാമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ദേവീ ക്ഷേത്രമുണ്ട്. അതിന് പലവിധമായ ഐതിഹ്യങ്ങളുണ്ട്. എൻ്റെ പഴയ വീഡിയോ കണ്ട പ്രിയ സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നല്ല രസമുണ്ട്, അടിപൊളിയാണ്. സായാഹ്ന സമയങ്ങളിലൊക്കെ നമുക്ക് വന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലവും കൂടെ തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര ഡാം കേട്ടോ. നല്ല രസമുണ്ട്. ബസ് റൂട്ടാണ് കേട്ടോ, അതൊന്ന് കാണിച്ചു കൊടുത്തേ. ബസ് എപ്പോഴും ഉണ്ട് നമ്മുടെ അരുവിക്കര ഡാമിൽ വരാനായിട്ട്. ബസ് എപ്പോഴും ഉണ്ട്. കണ്ടോ, മുകളിലെ പാലമാണ് കേട്ടോ. നമ്മൾ താഴ്ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പം എന്തായാലും ഈ അരുവിക്കര ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറയാമോ? അതായത് നമുക്ക് ഈ അരിമ്പാറ കയ്യിലൊക്കെ വരില്ല, അരിമ്പാറ നമ്മുടെ അരിമ്പാറ വരുന്നവർക്ക് ഈ ഉപ്പും ഇതൊക്കെ എന്തോ നേർന്ന് ഇവിടെ കൊണ്ട് വെള്ളത്തിലിട്ട് അത് മാറുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു അറിവ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ്. അപ്പം ഇതാ കുറച്ച് ആൾക്കാർ ഇതാ ഇവിടെ നിൽക്കുകയാണ്. ഈ ഭാഗത്ത് നിന്ന് വന്നതാണ്. ഇതേ ഒരു മോനും മോൻ്റെ അമ്മയൊക്കെ ആണെന്ന് തോന്നുന്നു ആ വെള്ളത്തിൻ്റെ മറു സൈഡ് നിൽക്കുകയാണ്. ഇവിടെ അപകടം പിടിച്ച സ്ഥലമാണ്. ശ്രദ്ധിച്ചും കണ്ടും ഇറങ്ങിയില്ലെങ്കിൽ നമ്മളെ ഡാമാണ്, താഴ്ചയുണ്ട് വെള്ളത്തിന്. ഹായ്, ഇത് ഏത് വഴി വന്ന്? അതുവഴി സൂക്ഷിക്കണം, ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തായാലും അവർ ഫാമിലി ആയിട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് അവർക്ക് പേടിയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് പാർക്കിലോട്ട് ഒന്ന് പോകാം. അപ്പോൾ ഞാനിനി പോകുന്നത് പാർക്കിലോട്ടാണ്. എങ്ങനെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ അരുവിക്കര പഞ്ചായത്ത് തന്നെയാണ് അരുവിക്കര ഡാം, നമ്മുടെ തിരുവനന്തപുരം ജില്ല. ഏതാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ എത്തിപ്പെടാനായിട്ട് 30 കിലോമീറ്റർ ആണെന്ന് തോന്നുവല്ല ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി പോകുന്നത് കുട്ടികളുടെ പാർക്കിലോട്ടാണ്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഇത് വഴിയാണ് പാർക്കിലോട്ട് പോകേണ്ടത്. അപ്പുറത്തെ സൈഡിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് പാർക്കിലോട്ട് പോകാം. അതിലുപരി എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അരുവിക്കര ക്ഷേത്രം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ക്ഷേത്രം 5 മണിക്ക് തുറക്കും, രാവിലെയും അങ്ങനെയാണ്. എന്തായാലും ഞാൻ എന്ത് പറയാനാണ്, യാത്രയൊക്കെ ചെയ്തിട്ട് വന്നതുകൊണ്ട് നല്ല മുഷിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടും ക്ഷേത്രത്തിൻ്റെ പരിസരവും ആ വീഡിയോ ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നില്ല. അത് പിന്നെ എപ്പോഴെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ബലിക്കടവാണ്, ദേ കണ്ടോ അവിടെ കേട്ടോ. അവിടെ ആ സമയത്ത് മാത്രമേ ഓപ്പൺ ചെയ്യാറുള്ളൂ. അതിന് മുമ്പായിട്ട് അവിടെ കൂടെ ആർക്കും പ്രവേശനമില്ല. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, സിനിമ, സീരിയൽ ഷൂട്ടിങ്ങിനൊക്കെ സ്പോട്ടായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ അരുവിക്കര ഡാം. അതിനുപരി നമുക്കതിന് കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പാർക്കുണ്ട്, അവരെ ഒന്ന് അന്നലൂഞ്ഞാലൊക്കെ അടുപ്പിച്ച് പാർക്കിൽ നല്ല അടിപൊളി നീറ്റായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. വൃത്തിയും വെടിപ്പും ഉണ്ട്. അത് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ മാനസിക സന്തോഷം, നമുക്കും ടെൻഷനും പിരിമുറുക്കും ഒക്കെ ഉണ്ടെങ്കിൽ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക, ഒറ്റയ്ക്കോ കൂട്ടത്തോടെ വന്നിരുന്നു അവിടെ ആസ്വദിക്കാൻ പറ്റും, അവിടെ റിലാക്സ് ചെയ്യാൻ പറ്റും. ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതിൽ കൂടുതലും വാക്കുകളില്ല. അപ്പം ഞാൻ പാർക്കും കൂടെ കാണിച്ചതിന് ശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പാർക്കിലോട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്, കൂടെ വന്നോളൂ. ഇപ്പോൾ ഒരു സ്കൂൾ ടൈമുമാണ്, വെക്കേഷൻ അല്ല. അതുകൊണ്ട് പിള്ളേരെ അധികം കാണാനില്ല. എന്നാലും കുറച്ചുകൂടെ ടൈം കഴിയുമ്പോൾ കുട്ടികൾ മുതിർന്നവരൊക്കെ ഈ പാർക്കിൽ കാണും. ഇപ്പോൾ അതായത് കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. പാർക്കിൻ്റെ വൃത്തിയും വെടിപ്പും ഒന്ന് നോക്കിയേ. എൻ്റെ അമ്മ പൊള്ളിയാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ 1-2 പ്രാവശ്യം വന്നിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം കേട്ടോ. അതാണ് മുന്നക്കൂട്ടി പാർക്കിൻ്റെ വൃത്തി ഞാൻ പറഞ്ഞത്. കുട്ടികൾക്ക് വേണ്ടി കളിക്കാനും ഓടിച്ചാടി നടക്കാനും ഒക്കെ അത്ര നീറ്റാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ അരുവിക്കര ഡാമിൻ്റെ പരിസരത്തുള്ള പാർക്ക് കേട്ടോ. എന്ത് പറയാനാണ്, എനിക്കിഷ്ടമായി. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാതെ കണ്ടോ, അടിപൊളിയാണ്. ഇത് എടുത്തിടണമെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടൊന്നും തീരെയില്ല കേട്ടോ. അത്രമാത്രം കാഴ്ച വിശേഷങ്ങൾ ഈ ഡാമിനകത്തുണ്ട്. ഈ ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡാമിൽ വരുന്നവർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഫ്രീ പാസ്സാണ് കേട്ടോ. ടിക്കറ്റ് എടുക്കേണ്ടതില്ല. അപ്പം വീണ്ടും പറഞ്ഞു പോവുകയാണ്, ടിക്കറ്റ് എടുക്കേണ്ടതില്ല കേട്ടോ, ഫ്രീ ആണേ. എന്താടി, വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണോ വന്നേ? അതെ, നിങ്ങൾ ആരാണ്?
പ്രണയ ജോഡികൾ പ്രണയ ജോഡികൾ സത്യം പറഞ്ഞ എന്നെ കാണുമ്പോൾ ഓടി ഒളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് പറയാനാണ്, അവർക്ക് നല്ല എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഒതുങ്ങിയ ഏരിയ തന്നെയാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുന്നതൊന്നും അല്ല, ഞാൻ കണ്ടത് പറഞ്ഞു. അപ്പോൾ അവർ അതിനിടയ്ക്ക് ഒളിച്ചിരിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ ഫേസ് വരത്തില്ല, പേടിക്കണ്ട. അപ്പോൾ പിന്നെ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പോൾ പിന്നെ പോവുകയാണ് കേട്ടോ എൻ്റെ വീട്ടിലോട്ട്. ഇത്രയൊക്കെ തന്നെ സൂപ്പറാണ് അല്ലേ.